വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഫിഷ് കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിന് പകരം വേണമെങ്കിൽ വലിയ ഉള്ളി എടുക്കാം, പക്ഷെ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അപ്പം നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 2 പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് 2 പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. 1 കിലോ ഫിഷ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഫിഷ് ഉടയാതെ ജസ്റ്റ് ഒന്ന് വെല്ലെ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ തക്കാളി കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തിള വരുന്ന ടൈമിൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.